മോനെ, നമ്മളെ ഇളയവൻ എന്തോ പറ്റിയിട്ടുണ്ട്. യെസ്, ഹീസ് ഇൻ ഡിപ്രഷൻ. അതും ഫൈനൽ സ്റ്റേജിൽ നിന്ന് കലോത്സവം സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നെ, വെള്ളം അടിക്കല്ലേ, കിട്ടി പോവെന്ന് ഞാൻ പറഞ്ഞതാ അവരോട്. അച്ഛാവ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന്. യു മീൻ സീസൈഡ്? ബീച്ച് സൈഡ് സൂയിസൈഡ്. ആ സൂയിസൈഡ് നിൽക്കുന്ന കണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം അതുകൊണ്ട് കുട്ടിച്ചാത്ത മതലിന്റെ വിളിക്കിരിക്കുന്നാടാ. ഒന്നാമത് കുഞ്ഞിന്റെ സമ്മതല തെറ്റിയിരിക്കുക. മോനെ തിരിഞ്ഞിടാ. വയനാട്ടിൽ കണ്ടായിരുന്നു ഒരു കുരങ്ങ്. എന്തുവാ മോനെ പ്രശ്നം? 10-ാം തീയതി പത്മയുടെ കല്യാണമാണ് പപ്പ. അയ്യോ വിളിച്ചില്ലേ? അതിനാണോ മോനെ ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ഇരിക്കുന്നേ? പത്മാവതി ആരെന്നറിയോ പപ്പയ്ക്ക്? ഈ പരസ്പരത്തിലെ ദീപ്തിയുടെ അമ്മയമ്മല്ലേ? 3 കൊല്ലം ഞാൻ അവളെ സ്നേഹിച്ചു പപ്പ. പത്മ പത്മ എന്ന് വിളിച്ചിരുന്നു പപ്പ. ഒഞ്ഞു പോടാപ്പ. ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു പപ്പ. എന്റെ പെണ്ണു തക്കുടു, ഈ ശരീരവും വെച്ച് അങ്ങനൊന്നും പറയാതെ, അത് നീ ഉദ്ദേശിച്ച സാധനം അല്ല. ഓ, ഇത്രയൊക്കെ സംഭവിച്ചേക്ക് അവളെ പോയി കാണാപ്പാ. പറ്റില്ല പപ്പ, അവൾ പോലും അറിയാതാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. 3 കൊല്ലോ? അതെ. പിന്നെ നീ പത്മയായിട്ട് ശാരീരികമായിട്ട് അങ്ങ് പത്മിച്ചതോ? അതെന്റെ മനസ്സിൽ. കാമ കണ്ണാ. പിന്നെ അവൾ അറിയാതെ കൊടുത്ത ഫ്ലൈങ് കിസുകൾ. അതിലവളങ്ങ് 10 പെറ്റ്. എനിക്ക് പത്മയില്ലാതെ പറ്റില്ല പപ്പ. എന്റെ പത്മരായ ഒന്ന് തിരിഞ്ഞിരുന്നേ. എനിക്ക് പത്മ തരുമോ പപ്പ? ആ തരാം പപ്പ. യൂട്ടേൺ അടി. പത്മ പത്മനോട് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് പപ്പ. മുതു